ഫാൽക്കണിൻ്റെ രൂപീകരണവും 25 വർഷം പിന്നിടുകയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ കോർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് എന്തിനെ സംബന്ധിച്ച് എല്ലാം ഒറ്റയ്ക്ക് പൂർത്തീകരിക്കാവുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെ ടീമിനെ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് എന്നൊന്ന് പറയാം. അല്ല, ആദ്യം ഒന്ന് ലോജിസ്റ്റിക്സിൻ്റെ തുടങ്ങിയപ്പോൾ പലരും നമ്മളെടുത്തു. അന്ന് ഗ്രാജുവലി ആണല്ലോ. ആദ്യം ഒരു പാർക്കിംഗ് ഫെസിലിറ്റി കൊണ്ടുവന്നു, അതിനാവശ്യമായുള്ള സെക്യൂരിറ്റിയിൽ ബാക്കിയുള്ള ആളുകൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഓഫീസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും, ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അതിലേക്കുള്ള ആളുകളെ എടുത്തു. പിന്നെ വൈബ്രിഡ്ജ് തുടങ്ങിയപ്പോൾ അതിലേക്ക് ആളുകളെടുത്തു, പെട്രോൾ പമ്പ് തുടങ്ങിയപ്പോൾ അതിലേക്കുള്ള ആളെടുത്തു. 2007 ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഇതിലേക്കുള്ള ശരിക്കും അതിലേക്ക് വരുന്നത്. കാരണം ഈ വല്ലാപ്പാടം 2008 വരുന്നതിന് മുമ്പേ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ 2007 തുടങ്ങി. അപ്പോൾ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ വെയർ ഹൗസിങ് മറ്റുള്ള അങ്ങനത്തെ കുറേ ഒരു ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിന് പോർട്ടിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള രാജേന്ദ്ര സാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ അതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ സ്റ്റാഫായിട്ട് കുറേ കുട്ടികളെ ഗ്രാജുവേറ്റ്സ് എടുത്തത്. ഞാൻ എൻ്റെ ഒരു കോണ്ടാക്റ്റ് വഴി വടകര എന്നാണ് കുറേ പേരന്ന് റിക്രൂട്ട് ചെയ്യുന്നത്, ഫ്രഷ് ഗ്രാജുവേറ്റ്സ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ലോജിസ്റ്റിക്സിൻ്റെ PG ഡിപ്ലോമ പഠിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത പലരും ഉണ്ട്. റഷീദും അന്ന് അതിൽ വന്നാണ്, അന്ന് ഗ്രാജുവേറ്റാണ്. PG ഡിപ്ലോമ നമ്മൾ കാലത്ത് ഒരു വഹാബ് അഡ്വക്കേറ്റ് ഇവരൊക്കെ അന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ട് കാലത്ത് പോർട്ടിൽ നിന്ന് 10 മണിക്ക് ശേഷം കണ്ടെയ്നർ റിലീസായാലും ഇവിടെ ഒരു 12 മണിയാവും. ഹാബ് ഇപ്പോൾ ദുബായിലാണ്. അല്ല, ഞാനിവിടെ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് കാലത്ത് 9 മുതൽ 12 വരെ ഇവർക്ക് ലോജിസ്റ്റിക്സിൻ്റെ ക്ലാസ്സാണ് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. 12 മണിക്ക് ശേഷമാണ് ഇവർ വർക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവരെല്ലാം PG ഡിപ്ലോമ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് തന്നെ എടുത്തുകൊണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം ആദ്യം നടത്തിയിരുന്നു. ഈവൻ ലേബേഴ്സിനെ പോലും 30ഓളം ആളുകൾ ആദ്യമേ എടുത്തുകൊണ്ട് അവർക്ക് വിദ്യാഭാരതിയിൽ ഇത്തരത്തിലുള്ള ഹസാർഡസ് കാർഗോ ഹാൻഡ്ലിംഗ് പോലുള്ള എല്ലാതിനുള്ള ക്ലാസ് കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തിരുന്നു. അങ്ങനെയാണ്. കാരണം ഒരു പുതിയതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഫഷണലായിട്ട് കുറച്ച് ആളുകൾ വേണമല്ലോ. ആ പ്രൊഫഷണൽസിന് അന്ന് ഇവിടെ കിട്ടാനില്ല, അന്ന് ലോജിസ്റ്റിക്സ് പ്രോഗ്രാംസ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ക്രിയേറ്റ് ഉണ്ടാക്കിയത്. ഇന്ന് അതിൽ ക്വാളിഫൈ ചെയ്ത പലരും ഇന്ന് ദുബായ് പോർട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അന്ന് മാനേജേഴ്സും അസിസ്റ്റൻറ്റ് മാനേജേഴ്സും ഒക്കെ ആയിട്ടുള്ള പല ആളുകളൊന്നും പുറത്തുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. തീർച്ചയായും ഞാൻ മുൻപേ കേട്ടിട്ടുള്ളതാണ്. അത് ശരിക്കും ഒരു കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ അവർ തന്നെ പറയുന്നതായിരിക്കും ശരി. ഇപ്പോൾ പറഞ്ഞിരുന്നു ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്ന ഒരാൾ ഇന്ന് ഫാൽക്കൺ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ജനറൽ മാനേജർ. സ്വാഭാവികമായിട്ടും ആ ഒരു കൺവെർഷൻ അത് മാനേജ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപന ഉടമ എന്നതിനപ്പുറം അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുത്തതെന്ന് തോന്നുന്നു. MM റഷീദ് എന്നാണ് പേര്, കമ്പനിയുടെ ഇപ്പോഴത്തെ ജനറൽ മാനേജറാണ്. തീർച്ചയായും എൻ്റെ പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കുന്നത് ഞാൻ ഫാൽക്കണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനു മുമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാനോ വേറെ ഒന്നുമില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞു, ജസ്റ്റ് നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് മമ്മൂട്ടി സാറിനെ മീറ്റ് ചെയ്യുന്നതും അദ്ദേഹം ഇങ്ങനത്തെ ഒരു ആശയം ഫാൽക്കണിൽ വാ, എന്നിട്ട് നമുക്കത് നിൻ്റെ തുടർ പഠനം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫാൽക്കണിൽ ജോലിക്ക് വരുന്നു. അന്നൊരു ഡാറ്റ എൻട്രി ആണ് ബേസിക് ലെവൽ. അപ്പോൾ ലോജിസ്റ്റിക്സിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ എനിക്കറിയില്ല. എനിക്ക് എയർപോർട്ട് മാനേജ്മെൻറ്റും അയാട്ട ഫിയാട്ട അങ്ങനെ ടിക്കറ്റിംഗ് ഒക്കെ. അപ്പോൾ സാറ് പറഞ്ഞ എയർപോർട്ടിൽ വേണമെങ്കിൽ നോക്കാം, നമുക്ക് അതൊക്കെ ആദ്യം ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ തന്നെ ഇവിടെ PG ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കുന്നു. പിന്നെ പ്രൊഡക്ടിവിറ്റി കൗൺസിലും കിക്കോ അസോച്ചാം അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ലോജിസ്റ്റിക്സിൽ നമ്മൾ കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ പടിപടി അതായത് കമ്പനി വളരുന്നതനുസരിച്ച് നമ്മൾക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സും പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം കയറി വന്നു. അന്നൊന്നും എനിക്ക് സാറായിട്ട് അത്ര ഡയറക്റ്റ് ഡീലിംഗ് ഇല്ല. നമ്മൾ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ് നമുക്ക് ആ ഒരു വർക്കിംഗ് പാറ്റേൺ വെച്ചിട്ടുള്ള ആ ഒരു വർക്കാണ് അറേഞ്ച് ചെയ്ത് പോയിരുന്നത്. പിന്നെ സാറിൻ്റെ ഒരു വിഷനും സാറിൻ്റെ ആ കാഴ്ചപ്പാട് അത് നമുക്ക് ഫോളോ ചെയ്യാൻ എനിക്ക് അത്രയും പറ്റില്ല. സാറിൻ്റെ ഒപ്പം നമുക്ക് സാറിൻ്റെ വിഷൻ ഭയങ്കര വൈഡാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ പഠിപ്പിച്ചു, ഇപ്പോൾ PG ഡിപ്ലോമ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു MBA ചെയ്യും.
കണ്ടിന്യൂ ചെയ്യും. വിദ്യാഭാരതിയിൽ തന്നെ കോഴ്സ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, ഇടയ്ക്ക് പോയി അറ്റൻഡ് ചെയ്താൽ മതി, എക്സാം എഴുതുക, ഇത് ചെയ്യുക. അങ്ങനെ MBA സാറിൻ്റെ ഇതിൽ തന്നെ MBA ചെയ്തു. പിന്നെ അവിടുന്ന് അപ്പോൾ MBA കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൊമോഷനായി. അതായത് നമ്മൾക്കൊരു കരിയർ ഗൈഡൻസ് എങ്ങനെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് സാറ് എന്നെ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഏത് പ്രശ്നങ്ങളെയും എങ്ങനെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ അറിവിൽ സാറ് 24-25 കമ്പനികളുടെ ഡയറക്ടറാണ്. അത്രയും ഫേം നടത്തിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ ഇത്രയും അതിൻ്റെ ഇടയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ ഓണത്തിലിരിക്കുന്നു, ഈ സമയത്ത് സാറ് കൂടെ ഒന്ന് ചെലവഴിക്കുന്നു. സാറിൻ്റെ ഫാമിലി, മറ്റ് സ്ഥാപനങ്ങൾ, മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും അതെങ്ങനെ ഓവർകം ചെയ്യുന്നു. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ബിസിനസ്സിൽ നേരിടേണ്ടി വരും. ലീഗലും ഇല്ലീഗലും മറ്റ് യൂണിയൻ, അങ്ങനെ പല സൈഡിൽ നിന്നുള്ള പല പ്രഷറുകൾ. പക്ഷെ സാർ എപ്പോഴും കൂളായിരിക്കും. അതായത് നമ്മൾ പൗലോ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി അവനെ പരിശ്രമിക്കുന്ന ദൈവം അവൻ്റെ കൂടെ നിൽക്കുന്ന പറയുന്ന പോലെ സാറിന് അതെല്ലാം വളരെ അത്ര ലെവലില് ദൈവം കൂടെ നിന്നിട്ടുണ്ട്. അതായത് സാർ എന്താ ആഗ്രഹിക്കുന്നു, ഇപ്പൊ നമ്മളൊരു സ്ഥാപനം, ഇപ്പൊ ഫ്ലഡ് വന്നു, നമ്മൾ തലയെ കൈവച്ച് നിന്ന് പോകും. ഇത്രയും സ്റ്റാഫ്, ഈ സ്ഥാപനം ഇത്രയും വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സംരംഭം അങ്ങനെ മൂടിക്കിടക്കുക. സാറിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് സ്റ്റേഷൻ ക്ലോസ് ചെയ്യാം, ഒറ്റ ഡിസിഷനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? നമുക്ക് സാലറി കൊടുക്കാനില്ല, വേറൊരു റവന്യൂ മാർഗമില്ല, പെട്രോൾ പമ്പ് എല്ലാം ഇവനെല്ലാം മുങ്ങിക്കിടക്കാണ്. സാറിന് അത് വരും, അത് പുള്ളിയുടെ ഫോർകാസ്റ്റിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ആണ്. നമുക്കത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല, കാരണം ഇത്രയും സ്റ്റാഫിനെ നിലനിർത്തണം. ഇത് പൂട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഹൗ ടു ഓവർകം. അപ്പൊ പുള്ളി പറഞ്ഞ അത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്യുക. നമ്മൾ പടിപടിയായിട്ട് ഓരോന്ന് സാറിൻ്റെ ഫോർകാസ്റ്റിംഗ് ആ ഒരു ലെവലുള്ളത് കൊണ്ട് ഇതിൽ നിന്നെല്ലാം റിക്കവറായി നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി ഇപ്പോഴും നടന്നു പോകുന്നു. ഇനി നടന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാ ആയുസ്സും ആരോഗ്യം നേരുന്നു. നല്ലൊരു ഓണാശംസ. തീർച്ചയായും. കാരണം ഒരു കമ്പനിയുടെ സുപ്പീരിയർ ഓഫീസർ അദ്ദേഹം വരുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ശരിക്കും സാറിൻ്റെ കൈകളിലേക്ക് കിട്ടിയത്. അതിനെ മോൾഡ് ചെയ്ത് അതിലേക്കുള്ള ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് ആ വ്യക്തിയിൽ ഉണ്ടാകാവുന്ന ചാൻസുകൾ അഡ്വാൻസ് ചെയ്ത് കാണാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സാറിൻ്റെ അപ്രോച്ച് പല ഘട്ടത്തിലും ജീവനക്കാരോടായിക്കോട്ടെ, സ്ഥാപനങ്ങളോടായിക്കോട്ടെ, താഴെ ഗ്രൗണ്ടിൽ ക്ലീനിങ് ജോലി ചെയ്യുന്ന ആൾ മുതൽ സെക്യൂരിറ്റി ക്യാബിൽ നിൽക്കുന്ന നോർമലായ ഒരാൾ മുതൽ എത്ര സീനിയറായ ആളുകളായിട്ട് വരെയും ഒരു പേഴ്സണൽ ബന്ധം, അല്ലെങ്കിൽ ആ ആളെങ്ങനെയാണ്, ആളുടെ കുടുംബം ഏകദേശം എങ്ങനെയാണെന്നുള്ളൊരു ധാരണ കൃത്യമായിട്ട് ഏകദേശം ഉണ്ട്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിൽ പെട്ട ആളാണെന്നൊക്കെ എല്ലാം ധാരണയുണ്ട്. സാധാരണക്കാരനിൽ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ GM പറഞ്ഞ പോലെ ഈ 10-25ഓളം സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ മറ്റൊരു സ്റ്റൈലിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അല്പം രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ അതും അങ്ങനെ പോകുന്നു. ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴുണ്ടാകാവുന്ന ഉത്തരവാദിത്തങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഡിവൈഡ് ചെയ്ത് നൽകുന്നതും അവരവരുടെ ആക്ടിവിറ്റികളിലേക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവർ പക്ഷേ അങ്ങനെ കിട്ടുന്നതെന്നാണ് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു അനുഭവം, ഒരു മോട്ടിവേഷനുമാണ്. ശരിക്കും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവരുടെ സ്ഥാപനങ്ങളിൽ പല സെക്ടറുകളിൽ നിന്നും വിരമിച്ചവരോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ ഫ്രഷേഴ്സിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഗേറ്റിലൂടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എവിടെയോ പരിചിതനായ മുഖത്തോടുള്ള ചില ഓഫീസേഴ്സിനെ കണ്ടു. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയുന്നു, ഞാൻ പോലീസിൽ കമ്മീഷണറായിട്ടോ ഒക്കെ ഇരുന്ന ആളാണ്. അപ്പോൾ ആദ്യം ഒരു കോമഡി എന്നൊരു ചിന്തയാണ് വന്നത്. പക്ഷെ പ്രായോഗിക തലത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചവർ, അതുപോലെ തന്നെ ഫോഴ്സുകളിൽ നിന്ന് വിരമിച്ചവർ, അതുപോലെ തന്നെ സർവീസിലെ റവന്യൂ അടക്കമുള്ള ഇപ്പോൾ സാറിൻ്റെ ഇടവശത്തിരിക്കുന്ന ഇദ്ദേഹത്തിന് അഷ്റഫ് എന്നാണ് പേര്, മുൻ തഹസിൽദാരായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള ഒരാളുകളെ താങ്കളിലേക്ക് അടുപ്പിക്കുന്ന ആ ടെക്നിക്ക്, ആ ടെലിപ്പതി എന്താണ്? ഇല്ല, ഞാൻ പലപ്പോഴും ആളുകളിലേക്കാണ് നോക്കാറ്. എൻ്റെ അടുത്ത് പലരും വരുമ്പോൾ ഓരോ ജോലിക്ക് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് വരും. ഞാൻ അവർ സർട്ടിഫിക്കറ്റ്സ് നോക്കാറില്ല. കാരണം ഒരു ക്വാളിഫിക്കേഷൻ ഒരു ജോലിക്ക് മതിയായതല്ല. ടെക്നിക്കലി ക്വാളിഫൈഡ് ആണെങ്കിൽ ചില ടെക്നിക്കലായിട്ടുള്ളതിന് ആവശ്യമാണ്. അത് ഒഴിവാക്കിയാൽ ഇപ്പോൾ ഒരു IT വർക്ക് ചെയ്യാൻ IT ക്വാളിഫൈഡ് ഉള്ള ആൾ തന്നെ വേണം, എല്ലാ ആളെ പറ്റില്ലല്ലോ. അല്ല, അതുപോലെ ചില മേഖലകളിൽ ആവശ്യമുണ്ട്.
അതല്ലാത്ത ഇത് നല്ല പണിയെടുക്കാനുള്ള നല്ല മനസ്സും സത്യസന്ധതയുണ്ടെങ്കിൽ അവരെല്ലാം മോൾഡ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസം എനിക്ക്. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ റഷീദ് മാത്രമല്ല, അതുപോലെ എത്രയോ ആളുകൾക്ക് ഈ കഥകൾ ഇതുപോലെ പറയാനുണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഉയർച്ച ആവശ്യമാണ്. നമ്മൾ ഒരാളെയും ഒരു താഴ്ത്തി ഇടാൻ പാടില്ല. ആളുകൾ പലരും ഉണ്ട്, അവരൊക്കെ നമുക്കെടുത്ത് ഇത് കൊണ്ടുവരാൻ പറ്റും ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് പലപ്പോഴും ഞാനതിൽ മുന്നിൽ നിന്നിട്ടുള്ളൂ. ഓപ്ഷനിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇന്നത് ചെയ്യുന്നത്. ഓപ്ഷനിറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരാൻ കഴിയും. പക്ഷേ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് സത്യസന്ധത. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് തെറ്റ് പറ്റാം, പക്ഷെ തെറ്റാണെങ്കിൽ തെറ്റ് പറ്റിയെന്ന് തുറന്നു പറഞ്ഞാൽ, പക്ഷേ തെറ്റ് ചെയ്തിട്ട് ഈ തെറ്റല്ല എന്ന് പറഞ്ഞാൽ ഇത് എനിക്കിഷ്ടമല്ല എന്ന് പറയും. ആ ആത്മാർത്ഥതയാണ് ഞാൻ കാണുന്നുള്ളൂ, മറ്റൊന്നും വേണ്ട. പുതിയ സംരംഭകർക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു എല്ലാവർക്കും അറിയാമായിരിക്കാം, തത്വത്തിൽ പറയാനൊക്കെ എളുപ്പമായിരിക്കാം, അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് പറയാനൊക്കെ എളുപ്പം. പക്ഷെ അത് പ്രായോഗികവൽക്കരിക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ശരിക്കും മാന്യ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്കൊരു ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.